പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു തഗ് ലൈഫിനെ കുറിച്ച്. കമൽ സാറിന്റെ വീട്ടിൽ പുതിയ സിനിമാ സംബന്ധമായ ചർച്ചകൾക്ക് വേണ്ടി മണിരത്നവും തൃഷയും ചിമ്പുവും ജോജുവും ഐശ്വര്യലക്ഷ്മിയും ഒരുമിച്ച് കൂടുകയാണ്. ഒരു നല്ല പടം എങ്ങനെ സൃഷ്ടിക്കാം എന്നതായിരിക്കാം അവരുടെ ചർച്ചാ വിഷയം. അങ്ങനെ കരുതുന്നു. ഒടുവിൽ ചർച്ച ചെയ്ത് അവരൊരു തീരുമാനത്തിലെത്തുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ശരിയായ ഒരു കാര്യമല്ല, ഇതൊരു സൃഷ്ടിയാണ്. അത് അങ്ങനെ തന്നെ കാണണം. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ പേരെഴുതി ഒരു ബോക്സിലിടണം. അതിൽ നിന്നും മണിസാർ ഒരെണ്ണം തിരഞ്ഞെടുക്കും. ആ സിനിമയുടെ ത്രെഡായിരിക്കും അവരുടെ പുതിയ പടത്തിനും എന്നതായിരുന്നു ആ തീരുമാനം. എല്ലാവരും എഴുതിയിട്ട പടങ്ങളുടെ പേരുകൾ വായിച്ചപ്പോൾ മണിസാറിന് ഒന്നും കളയുവാൻ തോന്നാത്തൊരവസ്ഥ. അങ്ങനെയാണ് പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എല്ലാം ഒന്നിനൊന്ന് മികച്ച പടങ്ങൾ തന്നെയായിരുന്നു. ആകെ കൺഫ്യൂഷനിലായ മണിസാറിന്റെ അടുക്കൽ കമൽ സാർ ഉപായവുമായി എത്തുകയാണ്. അവർ എഴുതിയിട്ട എല്ലാ പടങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ സീനുകൾ ഇതിൽ ഉൾപ്പെടുത്താം. അതായിരിക്കാം അവർ കണ്ടെത്തിയ ആ ഉപായം. അങ്ങനെ മണിസാർ ഒരു കാര്യം ചെയ്തു. കമൽ നിർദ്ദേശിച്ച നായകൻ, മൂന്നാം പിറൈ, ദളപതി എന്നീ പടങ്ങളിൽ നിന്നും ഒരു ഗ്യാങ് ലീഡറെയും 2 ഗ്യാങ്ങുകളുടെ കുടിപ്പകയും ഇവരെ തമ്മിലടിപ്പിക്കാൻ വരുന്ന പോലീസ് ഓഫീസറെയും ഓർമ്മ നഷ്ടപ്പെടുന്ന നായികയുടെ പുറകെ കോപ്രായം കാണിക്കുന്ന നായകനെയും നൈസായി ചുരണ്ടിയെടുക്കുകയാണ്. അങ്ങനെയല്ലേ തഗ് ലൈഫ് കണ്ടപ്പോൾ തോന്നിയത്. ജോജു പറഞ്ഞ ലാലേട്ടന്റെ യോധയിൽ നിന്നും നേപ്പാളിലെ ബുദ്ധ സന്യാസിയെയും ആ സന്യാസിമാരുടെ ഗ്യാങ്ങിൽ നിന്ന് ആയുധ അഭ്യാസങ്ങൾ പഠിച്ച നായകനെയും വേടന്മാരുടെ കൂട്ടത്തിൽ നിന്നും പഠിത്തം കഴിഞ്ഞു വരുന്ന അപ്പുകുട്ടന്റെ ലുക്കും ചികഞ്ഞു മാറ്റുകയാണ്. ഐശ്വര്യലക്ഷ്മിയുടെ മമ്മൂട്ടിയുടെ ന്യൂഡൽഹിയിൽ നിന്നും കൊല ചെയ്യപ്പെടുന്നവന്റെ പേര് നേരത്തെ പറഞ്ഞുകൊണ്ട് കൊല നടത്തുന്ന സീനും അടിച്ചു മാറ്റുകയാണ്. ചിമ്പു പറഞ്ഞ ലാലേട്ടൻ വിജയുടെ ജില്ലയിൽ നിന്നും വളർത്തച്ഛൻ മകൻ ബന്ധവും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഊരിയെടുക്കുകയാണ്. തൃഷ ആകസ്മികമായി പറഞ്ഞ കല്യാണരാമനിലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ഡയലോഗ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഡയലോഗിനോട് ചേരുന്നൊരു വേഷവും തൃഷയ്ക്ക് നൽകുവാനും മണിസാർ മടിച്ചില്ല. പറഞ്ഞത് കുറ്റമല്ല, ഒരു തമാശയാണ്. ആ സിനിമയിലെ സീക്വൻസുകളെല്ലാം കോർത്തിണക്കി നോക്കുമ്പോൾ പല സിനിമകളിൽ നിന്നും കട്ട് ചെയ്ത സീനായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നത്. അങ്ങനെ കാണികൾ ഇന്നോളം കണ്ട മികച്ച ചിത്രങ്ങൾ വെട്ടിമാറ്റി മണി കമൽ ദൃശ്യങ്ങൾ അവരുടെ അടുത്ത ചിത്രം എഴുതിയൊപ്പിക്കുകയാണ്. തഗ് ലൈഫ് ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. തന്റെ മരണം ആഗ്രഹിച്ച് ജീവനെടുക്കാൻ വരുന്ന കാലനോട് പൊരുതുന്ന ശക്തിവേലിന്റെ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ പടം തീർന്നപ്പോൾ ജീവൻ പോയത് സത്യം പറഞ്ഞാൽ കാണികൾക്കായിരുന്നു. റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ 5-ൽ 2 കൊടുക്കാൻ കഴിയുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോജു ഒരു പക്ഷേ മണിസാറിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കേരളത്തിൽ ഏറ്റവും നല്ലൊരു ആക്ടറാണ്, അവാർഡൊക്കെ നേടിയിട്ടുള്ള നടനാണ്, എനിക്കതിൽ അഭിനയിച്ചു തിളങ്ങാൻ പറ്റിയില്ല, നല്ല വേഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചോട്ടെ. അങ്ങനെ ഒരു ഉത്തരത്തിന് പാവം മണിസാർ നൽകിയത് ഇങ്ങനെയാണ്. മണിസാർ ഉള്ളിൽ ഇവന് തോക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വേഷമേ ഇതിലുള്ളല്ലോ. ആ ചെക്കൻ കുറേ പ്രതീക്ഷിച്ചതല്ലേ, തോക്കും പിടിച്ച് നടക്കുമ്പോൾ ചുമ്മാ 2 വെടിയും വെച്ചോളാൻ പറയാം, അവനൊരു സന്തോഷമായിക്കോട്ടെ. ഇതായിരിക്കും ഒരു പക്ഷേ തഗ് ലൈഫിൽ നടന്ന വിഷയം. തഗ് ലൈഫ് കണ്ടപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. എത്രയോ നല്ല നല്ല നടന്മാരും എത്രയോ നല്ല നല്ല എഴുത്തുകാരും എല്ലാവരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തഗ് ലൈഫിന് ഇങ്ങനൊരു കാര്യം പറ്റി? തഗ് ലൈഫിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പടം കണ്ടപ്പോൾ തോന്നിയ ഒരു കാണി എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിമർശനം മാത്രമാണ്. അത് അങ്ങനെ തന്നെ കാണണം. എല്ലാവരും നന്നായി അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കഥയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റു സിനിമകളിൽ നിന്നും ആ കണ്ടന്റ് കോപ്പി ചെയ്യാതിരിക്കുക. കാണികളാണ് കാണുന്നത്, കാണികൾക്ക് കൃത്യമായ ബോധ്യം വരും. ഇത് പറഞ്ഞുകൊണ്ട് തഗ് ലൈഫിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.